സാധാരണ വയനാട്ടിൽ വന്നാൽ 3 ദിവസം നിന്നിട്ടാണ് ഞാൻ പോകാറുള്ളതെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ 3-ാം ദിവസം അധികം പണിയൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കാരണം വേറെ ഒന്നുമില്ല, ഇന്ന് 2-ാം ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പണി തീർത്ത് പോകുമ്പോൾ കുറച്ച് പണി അധികം ചെയ്യാനുണ്ട്. ആദ്യത്തെ പണി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അത് നമ്മളെ കിരൺ സാറേയും കൂട്ടിയിട്ടാണ് പോയത്. 2-ാമത്തെ പണി എന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനമാണ്. അതെൻ്റെ സ്വന്തം കൈ കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ പകുതിയായപ്പോൾ അതങ്ങ് പറന്നുപോയി. ഇനിയിപ്പോൾ കാലിയായി പോയ ഈ ഉള്ളം കൈ കൊണ്ട് എന്തു ചെയ്യുമെന്ന് ഉള്ളു നിറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചെറിയൊരു ഉത്തരം കിട്ടി. ഈ കാലിയായിക്കൊണ്ടിരിക്കുന്ന വയറ് നിറയ്ക്കുക എന്നത്. ഒടുവിൽ ഒന്നും നോക്കാതെ നേരെ പോയത് ബിരിയാണി ഹട്ടിലേക്കാണ്. അവിടെ നിന്ന് ഒരു ഫിഷ് ബിരിയാണി കഴിച്ചു. എല്ലായ്പ്പോഴും ഈ ചിക്കനും മട്ടനും ബീഫും ഒക്കെയാണ് കഴിക്കാറുള്ളത്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി. പക്ഷേ ഫുഡിന്റെ മാത്രം ബലത്തിൽ ഇന്ന് എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ടാബ്ലറ്റും കഴിച്ചിട്ടാണ് വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾക്ക് പിടിപ്പത് പണി ഉണ്ടായിരുന്നതുകൊണ്ട് സന്ധ്യയായിട്ടും പണി തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു സമയം കഴിഞ്ഞ മാനന്തവാടിയിൽ നിന്ന് കിരണിന് പോകാൻ ബസ്സില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പണി തീർക്കാം എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നത്. ഒടുവിൽ സന്ധ്യാനേരം ആയപ്പോഴേക്കും ഞങ്ങൾ വല്ലാതെ ക്ഷീണിച്ചു. അപ്പോൾ പിന്നെ ഒരു കാപ്പി കുടിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാതെയായി. എന്നാൽ പിന്നെ ഒന്ന് കാപ്പി കഴിച്ചേക്കാം എന്ന് കരുതിയിട്ട് ഒന്ന് സൈഡാക്കി. കോഫി വരുന്നതിന് മുമ്പായിട്ട് ഒരു കടി എടുത്തു. ഇവിടെ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ കടി. ഒടുവിൽ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്തു. ഇന്നത്തെ വർക്ക് ഫിനിഷ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു കീ ഞാൻ കാണുന്നത്. അത് അങ്ങനെ അവിടെ വിട്ടിട്ട് പോയതിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് കിരൺ സാർ എന്നോട് യാത്ര പറഞ്ഞു പോകുന്നത്. ഒടുവിൽ അവനെ യാത്രയാക്കിയിട്ട് ഞാൻ നേരെ തിരിച്ച് കോഴിക്കോടേക്ക്. ഇന്നൊരു 4 മണിക്ക് വർക്ക് തീർത്തിട്ട് കോഴിക്കോടേക്ക് തിരിച്ചിറങ്ങി പോരണം എന്ന് കരുതിയതാണ്. പക്ഷേ ഇപ്പോൾ സമയം 6:15 കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാൻ വിചാരിച്ച കാര്യത്തിന് വേണ്ടി വീണ്ടും ഇറങ്ങി. എൻ്റെ കൂടെ +2 പഠിച്ച ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെ ഉത്സവമാണ്. അതിനാണ് ഈ ഒരുങ്ങി കെട്ടി പോകുന്നത്. സംഭവം എന്തായാലും ലേറ്റായി. എന്തായാലും ഒന്ന് പോയേക്കാം എന്ന് കരുതിയിട്ടാണ് ഈ പോക്ക്. എന്തായാലും ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും വരവ് ഏതാണ്ട് പൂർത്തിയായി തുടങ്ങിയിരുന്നു. പക്ഷേ ബ്ലോക്ക് കാരണം കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 2 ടാസ്കുകൾ ബാക്കിയുള്ളതുകൊണ്ട് അത് ചെയ്ത് തീർത്തിട്ടാണ് ഇതിലേക്ക് പങ്കെടുത്തത്. എൻ്റെ 2 സുഹൃത്തുക്കളെയും കണ്ടെത്തുക എന്നുള്ളതാണ് ആ 2 ടാസ്കുകൾ. ഈ കണ്ടമാനും ബഹളത്തിനുള്ളിൽ നിന്ന് അവരെ കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് ടാസ്കുള്ള ഒരു കാര്യമായിരുന്നു. ഫോൺ വിളിച്ചാൽ കിട്ടില്ല എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഫോൺ വിളിച്ചാൽ കിട്ടുന്ന ഒരു അന്തരീക്ഷമായിരുന്നില്ല ആ ശബ്ദം. പിന്നെ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ ഞാൻ അവിടെ പുതിയതാണ്. അതുകൊണ്ട് തന്നെ വഴി പറഞ്ഞു കൊടുക്കാൻ എനിക്കൊരു ബോധം ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അവരെ അന്വേഷിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ ഉത്സവത്തിന് തിടമ്പേറ്റിയിരിക്കുന്ന ആന അത് പിടിയാനയാണ്. സാധാരണ കൊമ്പന്മാരെയാണല്ലോ ഈ തിടമ്പ് ഏൽപ്പിക്കാറുള്ളത്. ഇവിടെ എന്തോ ഒരു വ്യത്യാസമുള്ള പോലെ തോന്നി. പിന്നെ ആന തിടമ്പെടുക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആരെടുത്താൽ എന്താണ്. ഒടുവിൽ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടെത്തി കഴിഞ്ഞിട്ട് അവരോടൊപ്പം ഒന്ന് കൂടിയിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നത്. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഡയറി കുറിപ്പുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.